വാർത്തയിലേക്ക്. ഡോക്ടർമാരെ ലക്ഷ്യമിട്ട പുതിയ തട്ടിപ്പുമായി സൈബർ കുറ്റവാളികൾ. ഓൺലൈൻ മീറ്റിംഗിന്റെ പേരിൽ തിരുവനന്തപുരത്തെ ഡോക്ടറെ തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചു. ഡോക്ടറുടെ ഫോണിൽ വന്ന OTP ആവശ്യപ്പെട്ടായിരുന്നു ഈ വ്യാജ ഫോൺ കോൾ. അനന്തദർശൻ വിവരങ്ങളുണ്ട്. അനന്തൻ, ഈ തട്ടിപ്പുകൾ ഇങ്ങനെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അനന്തൻ തന്നെ ഒട്ടേറെ വാർത്തകൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇടയ്ക്ക് സ്വയം ഇത്തരം കോളുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡോക്ടർമാരെ മാത്രം ലക്ഷ്യം വെച്ച് എങ്ങനെയാണ് ഇവരുടെ ഡോക്ടർമാരുടെ മീറ്റിംഗ് ഒക്കെ പലപ്പോഴും നടക്കാറുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ പെട്ടെന്ന് ഇവരെ തട്ടിപ്പിനിരയാക്കുകയാണോ? ദിവിഷു മാർഷൽ, നമുക്കറിയാം സമീപകാലത്ത് ഈ സൈബർ തട്ടിപ്പുകാരുടെ പല ശൈലികളും പുറത്തായി. മാത്രമല്ല, സർക്കാരും പോലീസും മാധ്യമങ്ങളും ഒക്കെ നിരന്തരം ഇവരുടെ വിവിധ ശൈലികൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൈബർ വിർച്വൽ അറസ്റ്റ്, അതുപോലെ തന്നെ ഈ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകൾ, അതൊക്കെ സംബന്ധിച്ച് കൃത്യമായ വാർത്തകൾ നൽകുകയും ചെയ്തു. അപ്പം പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഈ തട്ടിപ്പ് രീതികളെക്കുറിച്ചൊക്കെ ഒരുവിധം ബോധവാന്മാരുമാണ്. അപ്പോൾ ഈ സൈബർ തട്ടിപ്പുകാരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ അവരുടെ ശൈലികൾ പൊളിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ശൈലി രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം ഒരു പുതിയ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഓരോ പ്രൊഫഷണലുള്ളവരെയും പ്രത്യേകമായി ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഡോക്ടർക്കാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കോൾ ലഭിച്ചത് കഴിഞ്ഞ ദിവസം. അതായത് ഇമേജിംഗ് ആൻഡ് ഫിസിയോളജി ഫോറത്തിൽ നിന്ന് വിളിക്കുന്നു, ഡോക്ടർ മൈക്കാണ് എന്ന് പറഞ്ഞാണ് ആ ഡോക്ടറിനെ വിളിച്ചത്. അവർ ആവശ്യപ്പെട്ടത് ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു OTP. ആ OTP വരാനുള്ള കാരണം, ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് മുംബൈയിൽ, അത് ഓൺലൈൻ കോൺഫറൻസ് ആണ്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഡോക്ടറെ ക്ഷണിച്ചു. അതിനുശേഷം ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു OTP നമ്പർ വരികയാണ്. ആ OTP നൽകാൻ വേണ്ടിയിട്ടാണ് അവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ OTP നൽകുന്നതുമായി ബന്ധപ്പെട്ട സംശയം തോന്നിയപ്പോൾ ഡോക്ടർ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയും ഇമെയിൽ ID അവരുടെ ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി അവർ കോൾ കട്ട് ചെയ്ത് പോവുകയായിരുന്നു. എന്തുകൊണ്ടാണ് OTP ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഡോക്ടറിൻ്റെ ഫോൺ നമ്പർ ക്ലോൺ ചെയ്യാൻ വേണ്ടി തന്നെയാകും. അങ്ങനെ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറുടെ അക്കൗണ്ട് അടക്കം ഈ തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും ഓൺലൈൻ തട്ടിപ്പിന് പണം നഷ്ടപ്പെടുത്താനും ഒക്കെ, അല്ലെങ്കിൽ പണം തട്ടിയെടുക്കാനൊക്കെയുള്ള വഴികൾ തേടുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകി കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടകരമായ രീതിയിൽ സൈബർ തട്ടിപ്പുകാർ ഉപയോഗിക്കും. അപ്പോൾ ഈ തട്ടിപ്പ് സംബന്ധിച്ച് ഇതൊരു പുതിയ തട്ടിപ്പാണ്. അപ്പോൾ ഡോക്ടർമാർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ കോൺഫറൻസ്, ഓൺലൈൻ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് അനോണിമസ് ആയിട്ട് വരുന്ന കോളുകൾ, ആ കോളുകളിൽ വീഴാതിരിക്കുക. അത് ഒഫീഷ്യലാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അല്ലെങ്കിൽ അത് ആധികാരികമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അതുമായി സഹകരിക്കാവൂ. അപ്പോൾ നിരന്തരം ഇപ്പോൾ ഒരു ഡോക്ടറിന് വന്ന കാര്യമാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കോളുകൾ അവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് വിവിധ ഡോക്ടർമാർക്ക് വന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലും തട്ടിപ്പിന് ഇരയാകാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറഞ്ഞ് വരുന്ന, പ്രത്യേകിച്ച് ഈ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറഞ്ഞ് വരുന്ന കോളുകൾ സൂക്ഷിക്കുക. ആ കോളുകൾക്ക് പിന്നിൽ തട്ടിപ്പിനുള്ള സാധ്യതയുണ്ട്.